ഹായ് ഹലോ നമസ്കാരം മച്ചമാരെ ദേവന്റെ മാഡ് ലൈഫ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോപിനാഥ് മുതുകാട് അദ്ദേഹത്തിൻ്റെ ഇഷ്യൂ എവിടെയും തീരുന്നില്ല, ഇങ്ങനെ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ പറ്റിയിട്ട് ആദ്യം ഒരു തെറ്റിദ്ധാരണ മൂലം അദ്ദേഹം ഭയങ്കര സംഭവം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തതിന് ശേഷമാണ് പാരൻസ് ഓരോരുത്തർ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഒരിക്കലും അങ്ങനെ ഒരു പാരൻസിന് വന്നിട്ട് വെറുതെ ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. മാത്രമല്ല അവർ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ അതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ദാറ്റ് ഇപ്പോൾ എന്താ പറയുക, ഇനി വേണമെങ്കിൽ തമ്പ് കട്ട് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ അത്രയും അരുമയായിട്ടുള്ള ഒരു ശിഷ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഭയങ്കര ന്യൂട്രലായിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കുറേ പ്രൂഫ്, ഇപ്പോൾ ഷിഹാബ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുടെ പ്രൂഫും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ബിഫോർ ദാറ്റ് ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട്. ലൈക്ക് ഈ വീഡിയോ ആരെയും പുകഴ്ത്തുവാനോ താത്ത് കെട്ടുവാനോ ആരെയും മോശക്കാരനായി ചിത്രീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. നിലവിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളുടെ ചെറിയൊരു ക്ലാരിഫിക്കേഷനാണ് പുള്ളി ഇവിടെ തരുന്നത്. അപ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്കൊരു സാധനം കേൾക്കാം. എനിക്ക് ആ ഒരു ചെറിയ ക്ലാരിഫിക്കേഷനിലൂടെയാണ് ഞാൻ ചോദ്യങ്ങൾ തുടങ്ങുന്നത്. കാരണം ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, ഇനി മുന്നോട്ട് പോകുന്നതാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഷിഹാബിൻ്റെ ടോക്സിനെ പറ്റിയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തോരം പാരൻസ് ഇപ്പോൾ വന്ന് ഇവിടെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ, ആ ഓരോ പാരൻസിൻ്റെയും വാക്കുകളെയും ഇങ്ങനെ വലിച്ചു കീറി അവരുടെ അവസാനത്തെ ആ ടോണിമ വരെ കയറി പിടിച്ച് പ്രൂഫാണ് എവരിത്തിങ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടത്. അപ്പോൾ എത്ര തന്നെ ആണെങ്കിലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അത് ഏതറ്റം വരെ പോയിട്ടും എത്ര തിരിക്കാൻ നോക്കിക്കഴിഞ്ഞാലും താൽക്കാലികമായിട്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനേ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും പുറത്തേക്ക് വരും. അപ്പോൾ ഇദ്ദേഹം പറയാത്തൊരു കാര്യം മുതുകാട് സർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഒരു സംഭവത്തിന് ഞാൻ ചെറിയൊരു ക്ലിപ്പ് മാത്രമേ ഞാൻ പുറത്തേക്ക് ഇടുന്നുള്ളൂ. ഇദ്ദേഹം ഇത് കൊണ്ടുവരുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിനെ പറ്റിയിട്ട് സംശയമുള്ള കാര്യങ്ങൾ നമുക്കും ചോദിക്കാമല്ലോ. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് ആരെക്കാൾ കൂടുതൽ അറിയേണ്ട ഒരു കാര്യം എനിക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വരുമാനത്തിൽ നിന്ന് ആ സ്ഥാപനത്തിലേക്ക് ചെറുതാണെങ്കിലും വലിയ എമൗണ്ടുകളൊന്നുമല്ല, ചെറിയ സംഖ്യ ആണെങ്കിലും ഞാൻ ഡൊണേഷൻ ആ സ്ഥാപനത്തിലേക്ക് നൽകുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല ആ സ്ഥാപനത്തെ പറ്റി ഒരുപാട് തവണ ഞാൻ എൻ്റെ ചാനലിലൂടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിനോട് ആ സ്ഥാപനത്തെയും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രൂഫ് ഈസ് എവറിത്തിങ് അല്ലേ? അപ്പോൾ ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നത് ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിൻ്റെ ഒരു ചെറിയ എമൗണ്ട് മാജിക് പ്ലാനറ്റിലോട്ട് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇദ്ദേഹം മാജിക് പ്ലാനറ്റിലെ കുറേ വീഡിയോസും ഇതിനകത്ത് മെൻഷൻ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്പോൺസർ അല്ലെങ്കിൽ ഒരു എമൗണ്ട് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ എന്താണ് നടക്കുന്നതെന്ന് കീറി പൊളിച്ച് നോക്കേണ്ട ഒരു ത്വര ഇദ്ദേഹത്തിന് ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ബിഫോർ ദാറ്റ് പ്രൂഫ് ഈസ് എവറിത്തിങ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ ശരിക്കായിട്ടുള്ള സത്യസന്ധമായ പ്രൂഫ് ഉണ്ടാക്കുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയാഞ്ഞത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതുകാടിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അതും നമുക്ക് കേൾക്കാം. ഫാസിൽ എൻ്റെ ശിഷ്യനാണ്, അതിലപ്പുറം എൻ്റെ എല്ലാമാണ്. ഡിഫറെൻ്റ് ആർട്ട് സെൻറ്ററിൻ്റെ പബ്ലിക് റിലേഷൻസ് മാനേജർ കൂടിയാണ് ഫാസിൽ ബഷീർ. ഫാസിലിൻ്റെ പെർഫോമൻസ് എന്തുകൊണ്ടാണ് ട്രിക്സ് മിസ്റ്റർ ഫാസിൽ ഒരു എമൗണ്ട് കൊടുക്കുന്നതുകൊണ്ടും ഇതിൻ്റെ ഈ മാജിക് പ്ലാനറ്റിൻ്റെ വീഡിയോസ് ഇതിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേൾക്കുന്ന കുറച്ച് ആരോപണങ്ങൾക്കെതിരെയുള്ള പ്രൂഫ് കണ്ടെത്താനായിട്ടാണ് ഷിഹാബിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് ഇടുന്നതെന്ന് പറഞ്ഞാൽ താങ്കളുടെ വായന്ന് എന്തുകൊണ്ട് വന്നില്ല? മുതുകാട് സാറിൻ്റെ PR ആണ് താങ്കൾ എന്നുള്ളതും മുതുകാട് സാറിൻ്റെ എല്ലാമാണ് ഞാനെന്നുള്ളതും. അപ്പോൾ നിങ്ങൾ ഇവിടം വെച്ച് വെളുപ്പിച്ച് തുടങ്ങിയെന്നുണ്ടെങ്കിൽ സത്യസന്ധമായ കാര്യം എന്താണോ കാലം കർമ്മ വച്ചിട്ടൊരു വെളുപ്പിക്കലുണ്ടാവും. ആ സമയത്തും നിങ്ങളുടെ ഈ ഒരു കോൺഫിഡൻസ് മുഖത്തുണ്ടാവട്ടെ. അപ്പോൾ നിങ്ങളുടെ യാത്രയിൽ ഞങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിന്നശേഷികളായ ഒരുപാട് കുഞ്ഞുങ്ങളുടെയും പാരൻസിൻ്റെയും കണ്ണീര് അദ്ദേഹത്തിൻ്റെ മേത്ത് വീണിട്ടുണ്ടെങ്കിൽ അത് തുടയ്ക്കാൻ ഏത് കൊമ്പത്തെ ശിഷ്യം വന്നാലും നടപടിയാവില്ല.